ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്ന് ആ പണം തിരികെ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുകയാണ് കേട്ടോ ശ്രുതിക്കും. അങ്ങനെ നീലിമ വാങ്ങിക്കൊണ്ട് പോയ പണം അതുപോലെ തന്നെ തിരിച്ച് വാങ്ങിയിട്ടുണ്ട്. പലിശയുടെ സഹിതം ശ്രുതിയും കൂടെ അത് വാങ്ങിയിട്ട് അത് വച്ചിട്ടാണ് കട തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നീലിമ പറയാണ്. അത് സച്ചി എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെല്ലാവരും ആ വിവരം അറിഞ്ഞ് ആകെപ്പാടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ എൻ സ്ക്രീനിൽ പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ സച്ചിക്കൊക്കെ ഒരു സംശയം തോന്നുവാണ്. ഇവളിങ്ങനെ ഈ ശ്രുതി കടമൊക്കെ വാങ്ങണമെങ്കിലും കള്ളം പറയണമെങ്കിലും ഒക്കെ ഇവളൊരു മലേഷ്യക്കാരി തന്നെ ആയിരിക്കുമോ? ഇവളൊരു കോടീശ്വരിയാണെന്ന് പറയുന്നത് വെറുതെ ആയിരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഇവളുടെ അച്ഛൻ മലേഷ്യ തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരികയാണ്. അങ്ങനെ ശരത്തിൽ നിന്ന് ആ സത്യം അറിയും. അത് ശ്രുതിയുടെ അടുത്ത് വെളിപ്പെടുത്തുകയും ചെയ്യാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ പിന്നെ ചന്ദ്രയ്ക്കും എല്ലാവർക്കും നല്ല ദേഷ്യമായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ടേ, നിന്നെപ്പോലെ തന്നെ ഇപ്പം അമ്മയ്ക്ക് ശ്രുതിയോടും പാർലറമ്മയോടും ഇപ്പം നല്ല ദേഷ്യമാണ് കേട്ടോ, നിനക്കൊരു കൂട്ടായിട്ടുണ്ടേ എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി വീട്ടിൽ പോകുന്നത്. അപ്പോൾ രേവതി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടെ പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ശരത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെ അങ്ങനെയൊക്കെയാണോ? എന്താണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? പണമൊക്കെ തട്ടിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലോ? അതും നീലിമ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ പണം പലിശ സഹിതം അവർ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് അത് ആരോടും മിണ്ടാതെ അത് വെച്ച് കട തുടങ്ങിയിട്ട് രേവതിയുടെ അച്ഛനാണ് പണം മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്തതെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാന്ന് ലക്ഷ്മി ചോദിക്കുക. അപ്പോൾ രേവതി പറയാ, അതെ അങ്ങനെയാ, ശ്രുതി അങ്ങനെയും പറയും, ശ്രുതിയും അതിന് കൂട്ടു നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാ, അതെ അവനൊരു പേരും കളനാ, ദേ അവൻ്റെ ഭാര്യയുണ്ടല്ലോ ആ പാർലറമ്മ, അവൾ അതിലും ഭയങ്കരിയാ. എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് ആകെ മൊത്തം പ്രശ്നമാക്കി വെച്ചിരിക്കുക. അച്ഛൻ്റെ പണം കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ആ പണം രണ്ടെണ്ണം കൂടെ മുക്കിയിരിക്കുക എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേന്ന് ചോദിക്കുക രേവതിയുടെ അമ്മ. അപ്പോൾ രേവതി പറയാം, പിന്നെ പ്രശ്നങ്ങളുണ്ടായോ എന്ന്, വീട്ടിലൊരു ഭൂകമ്പം തന്നെ ഉണ്ടായി. അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അമ്മ കാരണം നോക്കിയൊന്ന് കൊടുത്തു എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതിയുടെ. അപ്പം ലക്ഷ്മി പറയാനേ, അത് രേവതി മോളെ നിന്നോടല്ലായിരുന്നോ ചന്ദ്രയ്ക്ക് ദേഷ്യം? ഈ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ ശ്രുതിയോട്? എന്നിട്ട് ശ്രുതിയുടെ കരണം നോക്കി അടിച്ചെന്നോ? അപ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അടിയൊക്കെ കിട്ടേണ്ടതാ പാർലറേടത്തേക്ക്, കാരണം അതുപോലുള്ള പണികളാ. ശ്രുതി ഒരു പൊട്ടന്, അവൻ അത്രയ്ക്കധികം ബുദ്ധിയൊന്നുമില്ല. അവനെ നീലിമ പറ്റിച്ചുകൊണ്ട് പോയ പണം തിരികെ മേടിക്കാൻ പോലെയുള്ള കഴിവൊന്നും അവനില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ അവന് ഈ ശ്രുതി പറഞ്ഞു കൊടുത്ത ബുദ്ധി വെച്ചിട്ടായിരിക്കും ആ പണവും അതിൻ്റെ പലിശയും വാങ്ങിച്ചത്. പണവും പലിശയും കിട്ടിയെങ്കിലും അവൻ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനെ അറിയിച്ചേനെ. പക്ഷെ അത് അറിയിക്കാൻ സമ്മതിക്കാതിരുന്നതും ഈ പാർലറിടത്തിൽ തന്നെയാണ്. കാരണം അവർക്ക് കാഞ്ഞ കുരുട്ടുബുദ്ധിയാ. അവരായിരിക്കും പറഞ്ഞത്, ഇത് തൽക്കാലം വീട്ടിൽ കൊടുക്കണ്ട, നമുക്ക് കട തുടങ്ങാമെന്നും അവരുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്തതാന്ന് എല്ലാവരോടും പറയാമെന്നും ഒക്കെ. അതുകൊണ്ടാണ് പൊട്ടൽ ശ്രുതി അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ശരത്ത് പറയാണ്, ആ അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുതെന്ന് പറയുമ്പം സച്ചി പറയാം, എന്താ ശരത്തെ, എന്താടാന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട്, ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന അവർ മലേഷ്യക്കാരി തന്നെയാണോ? അവരുടെ അച്ഛനൊരു കോടീശ്വരൻ തന്നെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താണ് ശരത്തെ നിനക്ക് സംശയം? ശ്രുതി പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്നും അവിടെ ജയിലിലാണ് ഇപ്പോഴെന്നും ഒക്കെയാ. പിന്നെ കോടികളുടെ സ്വത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ നേരായിരിക്കടാ, പിന്നെ നമുക്ക് യാതൊരു തെളിവും ഇല്ലല്ലോ എന്ന് രേവതി പറയാം. അപ്പം സച്ചിയും പറയാം, നീ ഇപ്പോൾ പറഞ്ഞതിൽ കാര്യമുണ്ട് ശരത്തെ, ഈ പറഞ്ഞത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കും നല്ല സംശയമുണ്ട്. കാരണം എങ്ങനെയാണ് പാർലറിടത്തേക്ക് ഇത്രയും പണം കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷേ അവരുടെ അച്ഛൻ മലേഷ്യ ജയിലിലാണെന്ന് പറഞ്ഞ് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇടയ്ക്ക് ചെറിയച്ഛൻ എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അയാൾ ആളത്ര വെടുപ്പാണെന്ന് തോന്നുന്നില്ല. ഒരു കള്ള ചെറിയച്ഛൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്.
അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് നല്ല സംശയമുണ്ട്. എന്തൊക്കെയോ കള്ളത്തരം മണക്കുന്നുണ്ട്. പക്ഷേ ആ വിവരമൊന്നും ശ്രുതിക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അതെ, ഞാനിപ്പോൾ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം, ഈ ശ്രുതി എന്ന് പറയുന്നവരെ ആന്റണിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം കടം വാങ്ങിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ആ പണം കടം വാങ്ങിയിരിക്കുന്നത്. ആന്റണിയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട് എന്ന് പറയണം. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, നീ കണ്ടോ ശ്രുതി അവിടുന്ന് പണം വാങ്ങുന്നത്? നീ ഇത്ര ഉറപ്പിച്ച് പറയാൻ? ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് ആന്റണിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങുന്നതും അതിൻ്റെ പലിശ കൊടുക്കുന്നതും ഒക്കെ. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ആന്റണിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് ഈ ശ്രുതി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ലീക്ക് ചെയ്തതൊക്കെ ആന്റണി ആയത് എങ്ങനെയാണെന്നുള്ളതിൽ ഏകദേശ ധാരണയൊക്കെ ആയല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ശരത്ത് പറയുന്നുണ്ട്, ശരിയാ, ഞാൻ സച്ചിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിലല്ലേ ഉണ്ടായിരുന്നത്. അത് ആന്റണി തന്നെയാണ് പുറത്തിറക്കിയത്. അത് ആന്റണി പുറത്ത് വിടണമെങ്കിൽ അത് ആന്റണിക്ക് കിട്ടണ്ടേ? സച്ചിയേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആള് ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്നവരല്ലേ? അവരായിരിക്കും ചിലപ്പോൾ അത് ചെയ്തത് എന്ന് ശരത്ത് പറയാം. അപ്പം സച്ചിൻ പറയുന്നുണ്ട്, ശരിയാടാ, ഇതിലൊക്കെ എന്തോ പന്തികേടുണ്ട്. ശ്രുതി കോടീശ്വരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ശരത്തും പറയും, എനിക്ക് സംശയമുണ്ട്. അല്ല പിന്നെ ഒരു കോടീശ്വരിക്ക് ഇത്രയും പണം പലിശയ്ക്ക് വാങ്ങേണ്ട കാര്യമുണ്ടോ? പല പ്രാവശ്യമായിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നേ. അവരിപ്പോഴും നല്ല ഇടപാടുണ്ട് എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എടാ, നീ ഇപ്പോഴും ആ ആന്റണിയായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ശരത്ത് പറയാം, ഞാനിപ്പോൾ ആന്റണിയുടെ അടുത്തേക്കൊന്നും പോകാറില്ല. ആന്റണിയുമായിട്ട് എനിക്ക് കണക്ഷനും ഇല്ല. പക്ഷേ ഇത് നേരത്തെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആന്റണിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും ഇവരവിടെ വരുന്നതും പണം വാങ്ങുന്നതും ഞാൻ നേരി കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം രേവതിയും സച്ചിയും പരസ്പരം നോക്കുക. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഇതിനൊരു തെളിവ് വേണമല്ലോ നമുക്ക്. എന്തെങ്കിലും സത്യം തെളിയും. അവൾ പറയുന്നത് കള്ളത്തരം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയാം. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ പോകുന്ന വഴി ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ, രേവതിയും സച്ചിയും. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി അവിടെ ചെല്ലുമ്പം ഉടനെ തന്നെ ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ്, സച്ചി, രേവതി ഇതുവരെ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രൻ പറയാം, അവളിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ, ഈ വീട്ടിലെ അടുക്കള ജോലികളൊന്നും ചെയ്യാൻ ഇപ്പോൾ അവൾക്ക് നേരെയില്ല, അവളൊന്നും മര്യാദയ്ക്ക് ചെയ്യുന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, രേവതി വേറെങ്ങും പോയതല്ല, ഇവൻ കൊണ്ട് പണം കളഞ്ഞില്ലേ, 30 ലക്ഷം രൂപ വീടിന് അഡ്വാൻസ് കൊടുത്തില്ലേ, അത് ആ വാങ്ങിക്കൊണ്ട് പോയ ആളുടെ ഒരു ബന്ധു ഒരു സിനിമാ നടനുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട്ടിൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി രേവതി പോയതാ. അവരുടെ വീട്ടിൽ നിന്ന് മാലയുടെ ഓർഡറും എടുത്തു. അങ്ങനെ ആകുമ്പോൾ അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അയാളിലേക്ക് എത്താവല്ലോ എന്ന് വിചാരിച്ചാ രേവതി പോകുന്നതെന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, ഓ അങ്ങനെ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങ് ഇറങ്ങാമല്ലോ, രാവും പകലും ഒക്കെ അയാളെ തേടി പോയെന്നും പറഞ്ഞ് ഇവക്ക് ഇറങ്ങാം, ഇവിടെ ഒരു പണിയും ചെയ്യേ വേണ്ടാന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, രേവതി തന്നെ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്തോളോന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മയുടെ മൂത്ത മരുമോളല്ലേ ഈ നിൽക്കുന്നത്, ആ അമ്മയുടെ മൂത്ത മരുമോളോട് പറഞ്ഞൂടെ ഈ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഉടനെ തന്നെ രേവതിയോട് ശ്രുതി പറയാം, രേവതി, ഏതായാലും നീ വന്നില്ലേ, ചെന്ന് ദോശ ഉണ്ടാക്കിത്താ, എനിക്കാണ് വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അയ്യടാ, നിനക്ക് ദോശ ഉണ്ടാക്കാനാണ് എൻ്റെ ഭാര്യ നിൽക്കുന്നത്, നിനക്ക് ദോശ ഉണ്ടാക്കണം, നിൻ്റെ ഭാര്യയല്ലേ അവിടെ നിൽക്കുന്നത്, അവളോട് പറഞ്ഞൂടെ, പിന്നെ എന്തിനാ ഇവളോട് പറയുന്നത്, ഞങ്ങൾക്ക് വീട്ടിൽ ഫുഡൊന്നും വേണ്ടാന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുക, അതെന്താ നിങ്ങൾക്ക് ഫുഡ് വേണ്ടാത്തെ, ഇന്ന് നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ ഉടനെ സച്ചി പറയാം, ഇല്ല, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാനുള്ളത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം, എന്നാൽ അതിങ്ങെടുക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ളതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇന്നൊരു ദിവസത്തേക്ക്. അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞ ദോശ ഉണ്ടാക്കിച്ച് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഓ എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ അത് ദോശ ഉണ്ടാക്കണമല്ലോ. ശ്രുതി, നീ ദോശ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കാം, നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ രേവതിയും സച്ചിയും വേറെ പോയിരുന്നു ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവുക. അതേ സമയത്ത് ശ്രുതിക്ക് നല്ല പണി കിട്ടുക, ദോശ ഉണ്ടാക്കണം. ചന്ദ്ര പറയാ, നീ പോയി ദോശ ഉണ്ടാക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ദോശ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതേസമയം ദോശ ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചു പോവുക. ശ്രുതിക്ക് ശരിക്കും മറിച്ചിടാനും തിരിച്ചിടാനും ഒന്നും അറിയില്ലാത്ത പോലെ ഇരിക്കുക, ഒന്നും അറിയില്ല. എണ്ണയൊന്നും പുരട്ടാതെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയാണെങ്കിൽ കല്ലിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ സച്ചി ചിരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കഷ്ടമുണ്ട്, ഞാൻ വേണേൽ പോയിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ മിണ്ടാതെ ഇവിടെ നിന്നോണം, അവർക്ക് ദോശ വേണമെങ്കിലേ അവരുണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, അതെ, എനിക്ക് കുറച്ച് കോഫി വേണം, ആ കോഫിയും കൂടി ഒന്ന് ഉണ്ടാക്കി തരണം രേവതി ശ്രുതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്ന മനസ്സിൽ വിചാരിക്കാൻ, നാശം, ഇനി ഈ തള്ളക്ക് ഞാൻ കാപ്പിയും ഉണ്ടാക്കണം എന്ന്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും വരുന്നത് കേട്ടോ. അപ്പോൾ വർഷയും ശ്രീകാന്തും വരുമ്പോഴേക്കും കാണുന്നത് നമ്മുടെ ശ്രുതി കുക്ക് ചെയ്യുന്ന. അപ്പോൾ വർഷ പറയാം, ആഹാ ശ്രുതി ചേച്ചി കുക്ക് ചെയ്യാണോ, ശ്രുതിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാമെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ഇതെന്താ ഇത് വലിയ കാര്യം വല്ല ആണോ എന്ന് ചോദിക്കുക. അല്ല, ഇവിടെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ നീ വന്നുണ്ടാക്കുക ദോശ, നിനക്കും വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയാം, വേണ്ട, രേവതി ചേച്ചി സച്ചിച്ചേട്ടനും പുറത്തുനിന്നാണ് വാങ്ങുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവർ പുറത്തുനിന്ന് കഴിക്കുന്ന കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഞങ്ങൾ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനുള്ള പിസ്സ ഉണ്ട്, അത് ഞങ്ങൾ 2 കൂടി അങ്ങ് കഴിച്ചോളാം. പിന്നെ ശ്രുതി ചേച്ചി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എന്താന്ന് വെച്ചാലേ എനിക്ക് ഇത്തിരി ചായ വേണം, നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് കുറച്ച് ചായ ഇട്ട് തരണേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കുക, ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് നിൽക്കുക. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഈ ദോശയൊന്നും എടുത്തിട്ട് ശരിയാവുന്നുമില്ല, എല്ലാം കുളമായിട്ടിരിക്കുക. ഇനിയിപ്പം ആ തള്ളയ്ക്ക് കാപ്പി ഉണ്ടാക്കണം, അവൾക്ക് ചായ ഉണ്ടാക്കണം. ഇത് വല്ലാത്തൊരു ഭാരമായല്ലോ. രേവതി അടുക്കള കയറിക്കൊണ്ടിരുന്നപ്പം ഇതൊന്നും അറിയേണ്ടി വന്നില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുക. അങ്ങനെ ഇരിക്കുമ്പം ശ്രുതി അവിടെ നിന്ന് വെപ്രാളപ്പെടുവാണേ. അയ്യോ എനിക്ക് വിശക്കുന്നേ, എന്തെങ്കിലും തരണേ, പെട്ടെന്ന് ഉണ്ടാക്കുക ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയാം, ഉണ്ടാക്കുന്നതെന്ന് പറയാം. ചട്ടുകം കൊണ്ട് ദോശ മറിച്ചിട്ടിട്ടൊന്നും പോരുന്നില്ല, കീറിയും പറഞ്ഞു എല്ലാം പോവാ. ഇത് കണ്ട് വർഷ പറയാണ് കേട്ടോ രേവതിയോട്, രേവതി ചേച്ചി കണ്ടോ, ആദ്യമായിട്ട് ഒരാൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഭംഗി കണ്ടോ, ഏതായാലും ഉണ്ടാക്കിട്ടേ എന്ന് പറയാം. അപ്പോൾ രേവതിക്കൊരു മനസ്സലിവൊക്കെ തോന്നുക ചെന്നങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ. പക്ഷെ വർഷ പറയുന്നുണ്ട് പോകണ്ടാന്ന്. അപ്പോൾ എന്താ ദോശയ്ക്ക് കൂട്ടിക്കഴിക്കാൻ എന്താന്ന് ചോദിക്കുക ശ്രുതി. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അത് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ചട്നി ഉണ്ടാക്കാൻ പോവാ. എന്തൊക്കെയോ വാരിയിട്ട് കുറേ പുതിനയിലയും അതും ഇതും എല്ലാം ഇട്ട് അരയ്ക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഒന്നും അറിയത്തില്ല കേട്ടോ ശ്രുതിക്ക്. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന് രേവതിക്ക് അങ്ങ് വിഷമാവോ, എന്ത് തരം ചട്നിയാണോ ഇതുണ്ടാക്കുന്നത്, കുറേ മുളകും ഒക്കെ ഇട്ടു. അപ്പോൾ ശ്രുതിയോട് ഉടനെ തന്നെ വർഷയോട് പറയാം, വർഷേ എന്ത് ചട്നിയാണ് ഉണ്ടാക്കുന്നത്, ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല, അമ്മയും ശ്രുതിയൊക്കെ എങ്ങനെ കഴിക്കും, ഞാൻ പോയി ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ പിടിച്ചു നിർത്തുക വർഷ. ഇവിടെ നിൽക്കുന്നുണ്ടോ രേവതി ചേച്ചി, വേറെ പണിയൊന്നുമില്ലേ, അവളുണ്ടാക്കട്ടെ, ഇനിയിപ്പോൾ രേവതി ചേച്ചി പോയി അവരെ സഹായിക്കാനൊന്നും പോകണ്ട, അവരുടെ ചട്നി അവരുണ്ടാക്കി അങ്ങ് കഴിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ചട്നി ഉണ്ടാക്കി കൊണ്ടുവന്ന് ചന്ദ്രയ്ക്കും ശ്രുതിക്കും കൊടുക്കുക. അവർ ആർത്തി പിടിച്ച് കഴിക്കുമ്പോഴോ ഭയങ്കര എരിവ് കാരണം വായി വെക്കാമല്ല, വല്ലാത്ത ചോവയും കമർപ്പും എല്ലാം ആയിട്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ തുപ്പിക്കളയുക. എന്നിട്ട് ഒരു വിധത്തിൽ അവർ ഭക്ഷണം കഴിച്ചിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയോട് പറയാണ് കേട്ടോ രേവതി, വർഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഞാനൊരു കാര്യം അറിഞ്ഞു എന്ന് പറയാം. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഒരു കോടീശ്വരിയാണോ എന്നൊരു സംശയമുണ്ട്, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇവിടെയും കള്ളത്തരല്ലേ പറഞ്ഞത്, അച്ഛൻ്റെ പണം കിട്ടിയെടുത്ത് കട തുടങ്ങിയിട്ട് മലേഷ്യയിൽ നിന്ന് അച്ഛൻ അയച്ചു കൊടുത്തതാന്ന് വെറുതെ പറഞ്ഞില്ലേ. ഇന്നിപ്പോൾ ശരത്ത് പറഞ്ഞു ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ശ്രുതി കടം വാങ്ങുന്നതെന്ന്. ഇടയ്ക്കിടയ്ക്ക് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം വർഷ പറയേ, ശരിയാ, അങ്ങനെ പണം ഉള്ളവരാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം രേവതി ചേച്ചി, ഈ ശ്രുതി എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു 1,00,000 രൂപ അമ്മയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്ന്. കോടീശ്വരിയാണെങ്കിൽ അങ്ങനെ പണം കടം വാങ്ങേണ്ട കാര്യമുണ്ടോ രേവതി ചേച്ചി? അപ്പം രേവതിയും പറയാം, ശരിയാ വർഷേ, അങ്ങനെ കടം വാങ്ങേണ്ട കാര്യമുണ്ടോ, ഇത്രയധികം ലക്ഷം രൂപ എന്നാലും എന്തിനാ ശ്രുതിക്ക്, ഇവിടെ വീട്ടിലേക്കൊന്നും തരുന്നതല്ലല്ലോ, പിന്നെ ബ്യൂട്ടി പാർലറും ഉണ്ട്, പിന്നെ ഈ പണമെല്ലാം വാങ്ങി എന്ത് കാണിക്കുക അവർ. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, ആർക്കറിയാം എന്ത് കാണിക്കുകയാണെന്ന്, എന്തായാലും മലേഷ്യക്കാരിയും കോടീശ്വരിയൊന്നും അല്ല, ശ്രുതി വിചാരിച്ചിരിക്കുന്നതേ ഒരു മൾട്ടി മില്യണർ ആണെന്നൊക്കെയാ, ഇതൊക്കെ വെറും പുകയാണെന്നാ തോന്നുന്നേ എന്ന് പറയുക വർഷ. അപ്പോൾ രേവതിയുടെ മനസ്സിൽ ഇതിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ വർഷ എന്നിട്ട് ഇത് ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഇതിരിക്കില്ല. അപ്പോൾ വർഷ ഈ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീകാന്ത് ചെന്നിട്ട് നേരെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി ഞാനൊരു കാര്യം പറയട്ടെ, എന്താ, അല്ല നിങ്ങൾക്ക് പണം കടം തന്നത് ആരാന്ന് ചോദിക്കുകയാണ്, ഈ ഇതിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കിട്ടിയത്. അപ്പോൾ പറയാം, അത് ഞങ്ങളുടെ ഡീലറുടെ പണമാണ്. അപ്പോൾ പറയുന്നുണ്ട്, സച്ചി അയാളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ, ആ പണം തിരികെ കിട്ടുവാണെങ്കിൽ നമുക്കെല്ലാം എടുക്കണം എന്ന് പറയുമ്പം ഉടനെ ശ്രുതി പറയാം, ഇല്ല അതൊന്നും നടക്കില്ല, അത് ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമാണ്, അത് ഞങ്ങളുടെ പണമാണ്, അത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാ, അല്ലാതെ ആ പണം അച്ഛൻ്റെ പണമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രീകാന്ത്, അതെ ശ്രുതി, അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പണം കൊണ്ട് നിങ്ങൾ കട തുടങ്ങിയില്ലേ, എന്നിട്ട് തൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നല്ലേ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും തൻ്റെ ഭാര്യ ഒരു മൾട്ടി മില്യണറാണോ,
അങ്ങനെ ഒരു കോടീശ്വരിയാണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പണം കടം വാങ്ങേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? ശ്രുതിയുടെ അച്ഛനോട് ചോദിച്ചാൽ പോരെയെന്ന് ചോദിക്കാം. അപ്പം ഉടനെ തന്നെ പറയും ശ്രുതി, അതെ, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരു പണത്തിനും ബുദ്ധിമുട്ടില്ല, ചോദിക്കേണ്ട താമസം, കാശ് കിട്ടിയേനെ. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എൻ്റെ മാത്രമല്ല, ഈ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, ശ്രുതി ഒരു കോടീശ്വരിയാണോ അതോ കള്ളം പറയുന്നതാണോ എന്ന്. ഏതായാലും മലേഷ്യക്കാരിയായ ചേട്ടന് കൊള്ളാം, അല്ലെങ്കിൽ നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ശ്രീകാന്തും പോവാണ്. അതേസമയം രേവതി സച്ചിയും കൂടെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരമുണ്ട് സച്ചിയേട്ടാ, അല്ലെങ്കിൽ ഒന്നുമില്ല, അന്നത്തെ ആ വീഡിയോ ലീക്കായതും ഈ ശ്രുതി വഴിയാണെന്നാ തോന്നുന്നത്. ആന്റണിയായിട്ട് നല്ല ബന്ധാന്ന് പറഞ്ഞില്ലേ? ആന്റണി ആണെങ്കിൽ ഒരു നെറികെട്ടവൻ, നമ്മളെ എങ്ങനെയൊക്കെ തരം താഴ്ത്താവോ എന്ന് വിചാരിച്ച് നടക്കുക. ആന്റണിയുടെ നമ്പർ 1 ശത്രു സച്ചിയേട്ടനുമാ. അങ്ങനെ ഒരാളെ സഹായിക്കാൻ ഈ വീട്ടിലൊരാളുണ്ടെങ്കിൽ അത് ആന്റണിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ശ്രുതി തന്നെ ആയിരിക്കില്ലേ സച്ചിയേട്ടാന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സംശയമില്ല, ഇവരൊരു കോടീശ്വരിയാണെന്നൊന്നും പറയുന്നത് ഞാൻ അന്നും വിശ്വസിച്ചിട്ടില്ല, ഇന്നും വിശ്വസിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് സാങ്കല്പിക കഥാപാത്രങ്ങളല്ലേ, അവരെ ആരെയും നമ്മളാരും നേരി കണ്ടിട്ടില്ലല്ലോ. മലേഷ്യയിലുണ്ടെന്നും മലേഷ്യയിൽ ജയിലിലാണെന്നും ഒക്കെ അവൾ പറയുന്നതല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ പണമൊക്കെ ഇങ്ങനെ ഇത്രയും കടം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ ഇത്ര ചെലവ് എന്ന് ചോദിക്കുക. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതറിയില്ലല്ലോ സച്ചിയേട്ടാ, എന്തായാലും ഈ വിവരം ശ്രുതിയോടൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് എന്ന് സച്ചി ചോദിക്കുക, എടാ ശ്രുതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ നീനിമ തന്ന പണം കൊണ്ട് നിങ്ങൾ കട തുടങ്ങി, പക്ഷേ ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് പറയുകയും ചെയ്തു. ശരിക്കും നിന്റെ ഭാര്യ ഒരു മൾട്ടി മില്യനർ തന്നെയാണോ? നീ ഇവിടെ പറയുന്നത് എൻ്റെ ഭാര്യ ഒരു മൾട്ടി മില്യനർ ആണെന്നാണല്ലോ. അവളൊരു കോടീശ്വരി തന്നെയാണോ അതോ ഏതെങ്കിലും കുപ്പത്തൊട്ടിന്ന് കിട്ടിയതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, നീ എന്താടാ അങ്ങനെ ചോദിച്ചത്? ശ്രുതിയെക്കുറിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലുണ്ട്, അതുപോലെ അവരുടെ കുടുംബം എല്ലാം മലേഷ്യയിലാണ്, ശ്രുതി വളർന്നതും മലേഷ്യയിലാണ്, പിന്നെ കോടീശ്വരി അവള്, കോടീശ്വരി. അപ്പോൾ സച്ചി ചോദിക്കുക, ഇങ്ങനൊരു കോടീശ്വരിയാണെങ്കിലേ പിന്നെ എന്തിനാ അവൾ ഈ ആന്റണിയുടെ കയ്യിൽ നിന്ന് പണമില്ല കടം വാങ്ങുന്നത്? അപ്പോൾ ശ്രുതി ചോദിക്കുക, ആന്റണിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്നോ? നീ വെറുതെ നുണ പറയരുത്. അല്ല, നുണയൊന്നുമല്ല, ഞങ്ങൾ അറിഞ്ഞ വിവര, ശരത്ത് ഞങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞു. പല പ്രാവശ്യമായിട്ട് നിന്റെ ഭാര്യ ലക്ഷക്കണക്കിന് രൂപയാണ് ആന്റണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെ ഒരു കോടീശ്വരിയാണെങ്കിൽ മലേഷ്യക്കാരിയാണെങ്കിൽ ഇവക്കിങ്ങനെ കടം വാങ്ങേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് സംശയത്തിൽ ഞാൻ ചോദിച്ചത്. അല്ല, നീ ഇതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാ, നീ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും പറയണ്ട സച്ചി, അങ്ങനെ ശ്രുതിയെക്കുറിച്ച് മോശമൊന്നും പറയാൻ പറ്റില്ല, അവളൊരു കോടീശ്വരി തന്നെയാണ്, നീ കണ്ടോണം, അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങളിവിടെ പണം വാരി എറിയും എന്ന് പറയാം. സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ, നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ എന്ന് പറയുക. അത് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുക. ശ്രുതി എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുക, അതെ ശ്രുതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ ശരിക്കും മലേഷ്യ തന്നെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണേ. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ചോദിക്കുക, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, നീ അന്ന് അച്ഛൻ പണം അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നില്ല. അതുപോലെ തന്നെ ദേ ഇപ്പം ആ സച്ചി പറയാ, നീ ആന്റണിയുമായി നല്ല അടുത്ത ബന്ധത്തിലാണെന്നും ആന്റണിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണമൊക്കെ നീ കടം വാങ്ങിയിട്ടുണ്ട് എന്നും, ലക്ഷക്കണക്കിന് രൂപ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ശ്രുതി. സച്ചി പറഞ്ഞെന്നോ? സച്ചിയോട് ഇത് ആര് പറഞ്ഞു എന്ന് ചോദിക്കാം. അപ്പോൾ നീ ശ്രുതി പറയാം, അതെ, അവൻ്റെ അളിയനില്ലേ ആ ശരത്ത്, അവൻ ആന്റണിയുടെ ജോലിക്കാരനല്ലായിരുന്നോ? അവൻ കണ്ടിട്ടുണ്ടെന്ന് അവൻ തെളിവ് സഹിതം പറഞ്ഞെന്ന്. അപ്പം പെട്ടെന്ന് ശ്രുതി ആലോചിക്കാനേ, ശരിയാണല്ലോ, ഈ ശരത്ത് അവിടുത്തെ ജോലിക്കാരനായിരുന്നല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയി, അവൻ പലതും കണ്ടിട്ടുമുണ്ട്, അവനായിരിക്കും സച്ചിയോട് ഇവരെല്ലാം പറഞ്ഞു കൊടുത്തത്. ആ എന്തേലും പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയാണേ, അതെ, ഞാൻ അങ്ങനൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ ആ ശരത്ത് വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന, നമ്മളെ നാണം കെടുത്താൻ വേണ്ടി സച്ചി അതെടുത്ത് പ്രയോഗിക്കുന്ന, ഇതൊന്നും ശ്രുതി വിശ്വസിക്കണ്ട, ഞാനുള്ള സത്യമല്ലേ ശ്രുതിയോട് പറഞ്ഞല്ലേ. എന്നിട്ട് ശ്രുതി എന്നെ വിശ്വസിക്കാതിരുന്ന അതെങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നേ? ഈ പെരട്ടി വിഷമോ. ഇവിടെ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു തെറ്റ് ചെയ്തിട്ട് എന്നെ മാത്രമല്ല ഈ വീട്ടിലുള്ളവരെല്ലാം അമ്മ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയുള്ളൂ. ശ്രുതി എന്നെ എല്ലാവരുടെ മുമ്പിൽ തള്ളിയിട്ട് കൊടുക്കലായിരുന്നോ? ഇനിയിപ്പോൾ ഇതുകൂടി പറ, എനിക്കിതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല എന്നിങ്ങനെ പറഞ്ഞ് കരയുക.
അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട ശ്രുതി, നീ കരയണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഒരു സംശയത്തിൻ്റെ പേരിൽ, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്നൊക്കെ നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കള്ളത്തരം അങ്ങോട്ട് തെളിയും. കാരണം രേവതി അന്വേഷിച്ച് ആ 30 ലക്ഷം രൂപ കൊണ്ടുപോയവരെ പിടിക്കുകയും പിന്നെ അതിനുശേഷം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്